അപ്പോൾ എൻ്റെ എല്ലാ ക്ലാസ് 7 മക്കളും ദാ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ തൊട്ടടുത്തിരിക്കുകയാണ്. അപ്പോൾ എക്സാം അടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരു ചെറിയ ടെൻഷനുള്ളിൽ ഉണ്ടാവും അല്ലേ? പക്ഷേ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ക്രിസ്മസ് എക്സാം തകർത്ത് വാരാൻ വേണ്ടി പോവുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് അടിച്ചു പൊളിച്ച് ഫുൾ മാർക്കൊക്കെ വാരിയെടുക്കണം എന്നുണ്ടെങ്കിൽ ദാ നിങ്ങൾ ഈ മിസ്റ്റേക്സ്, അതായത് ഇനി നമുക്ക് മിസ്റ്റേക്സ് വരുത്താനുള്ള ഒരു അവസരവും ഇല്ല. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അടിച്ചു പൊളിച്ച് ദാ എക്സാമിനർ പറയുന്നത് പോലെയൊക്കെ എൻ്റെ കുട്ടികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് മക്കളെ, ഒന്നും പഠിക്കാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നും പഠിക്കാതെ ഇത്രയും ദിവസം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല മിസ്, എനിക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഫുൾ ചാപ്റ്റർ പഠിച്ചെടുക്കാനും നല്ല മാർക്കിലേക്ക് എത്താനുമുള്ള അവസരം ദാ എക്സാമിനർ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിനു വേണ്ടി മക്കളെ ദാ ഇനി വളരെ ദിവസങ്ങൾ കുറവാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇനി നമ്മളുടെ ഈ സൺഡേ, അതായത് ഈ സൺഡേ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ദാ നമ്മുടെ എക്സാമിനർ ഒരു 7 ഡേ സ്റ്റഡി ചാലഞ്ചുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 7 ഡേ സ്റ്റഡി ചാലഞ്ച് കൃത്യം ഈ സൺഡേ മക്കളെ 8 മണിക്ക് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ വരണം. ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടി വരണം. അതായത് നമ്മുടെ ക്ലാസ് 7ന്റെ ആ ഒരു പവർ അല്ലേ, ആ പവർ നമ്മളുടെ എക്സാമിനറിൻ്റെ ആ ഒരു പവർ, നിങ്ങളാണ് നമ്മുടെ അംബാസിഡേഴ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് കൃത്യം 8 മണിക്ക് നമ്മുടെ ചാനലിലേക്ക് വരണം. നമുക്ക് എങ്ങനെയാണ് ഈ ക്രിസ്മസ് എക്സാം തകർത്ത് വാരാൻ പറ്റുക, ഫുൾ മാർക്കിൽ കുറയാത്ത ആ ഒരു സ്കോർ നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് ദാ ഈ ഒരു ഇവൻ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യം 8 മണിക്ക് നമ്മുടെ ചാനലിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് പേരുണ്ടാവും, അതായത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, പഠിച്ചു തുടങ്ങിയവരുണ്ടായിരിക്കാം അല്ലേ. അപ്പം ഇവർക്ക് എല്ലാവർക്കും അല്ലെ, പലർക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് ശരിക്കും എക്സാമിനുള്ളത് എന്നുള്ള ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മിസ് പറഞ്ഞു തരാൻ പോവാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബേസിക് സയൻസ് തന്നെയാണ്. അപ്പോൾ ബേസിക് സയൻസിൽ നിങ്ങൾക്ക് ടേം 1 അല്ലേ, നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു? റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിലും വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റും ആസിഡ്സ് ആൻഡ് ആൽക്കലീസും നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ. അതിനുശേഷം ടേം 2ലേക്ക് വരുന്ന സമയത്ത്, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത്? ത്രൂ ദി എലിമെന്ററി കനാൽ, വെൻ കറണ്ട് ഫ്ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററും, ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ, പ്രഷേഴ്സ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എന്ന് പറയുന്ന ഈ 4 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് ബേസിക് സയൻസിൽ പഠിക്കാനുള്ളൂ. ദെൻ ഫൈനൽ എക്സാമിനാണ് നമുക്ക് ബ്രെത്ത് ആൻഡ് ബ്ലഡ് ഓഫ് ലൈഫും പാത്ത് ഓഫ് ഹീറ്റ് ഫ്ലോയും സേഫ്റ്റി ഇൻ ഫുഡ് 2 എന്ന് പറയുന്ന ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിക് സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളതെന്ന് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ടേം 1 ഏതൊക്കെയാണ് പഠിച്ചത്? ആഡിങ് ട്രയാങ്കിൾസ്, പാരലൽ ലൈൻസ്, അൺചേഞ്ചിങ് റിലേഷൻസ്, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുകയുണ്ടായി. പക്ഷേ ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മക്കളെ പഠിക്കാനുള്ളത് നോക്കൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, സ്പീഡ് മാത്ത്, ഡ്രോയിങ് ട്രയാങ്കിൾസ് ആൻഡ് റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ദെൻ ടേം 3ലേക്ക് വരുമ്പോൾ മണി മാത്ത്, ദെൻ നമ്പേഴ്സ് ആൻഡ് ആൽജിബ്ര, സ്ക്വയർ ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്, ദെൻ ന്യൂ നമ്പേഴ്സ്, പൈ ചാർട്ട്സ്. അത് നമുക്ക് ഫൈനൽ എക്സാമിനേ ഉള്ളൂ. സോ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, സ്പീഡ് മാത്സ്, ഡ്രോയിങ് ട്രയാങ്കിൾസ് ആൻഡ് റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഈ സൺഡേ നമ്മുടെ ലൈവിലേക്ക് ഒന്ന് വരിക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് വരാം. നമ്മുടെ എക്സാമിനർ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സസ് ആണ് ഇനി നമുക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ അല്ലേ? നിങ്ങളുടെ എക്സാമിലെ ഹാളിലേക്കൊക്കെ പോകുമ്പോൾ ഫുൾ ഓൺ കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ മക്കൾക്ക് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ ആ കോൺഫിഡൻസോടുകൂടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും? എക്സാമിനറിനെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഒരു മിസ്റ്റേക്കും വരുത്താതെ ദാ ഈ എക്സാമിനർ പറയുന്നത് പോലെ നമ്മുടെ കൂടെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഫുൾ മാർക്ക് തന്നെ നമുക്ക് നേടാൻ വേണ്ടി പറ്റും. അത് ദാ എക്സാമിനറിൻ്റെ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഈ സൺഡേ നമ്മുടെ ലൈവിലേക്ക് വരാം. നമുക്ക് ക്രിസ്മസ് എക്സാം അല്ലേ, പേടിപ്പെടുത്തുന്ന നമ്മുടെ എക്സാം നമുക്ക് എൻജോയ് ചെയ്ത് ആഘോഷമാക്കി നമുക്ക് ഫുൾ ഓൺ കോൺഫിഡൻസിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പം അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? സൺഡേ കൃത്യം 8 മണിക്ക് നമ്മുടെ ചാനലിലേക്ക് വരാം. അപ്പം നമുക്ക് തകർക്കാം.